നമസ്കാരം, എല്ലാവർക്കും ഹിൽടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പഴംപൊരിയും ബീഫ് റോസ്റ്റും ആണ് കേട്ടോ. നമുക്ക് നേരത്തെ കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു 5 കിലോ ബീഫുണ്ട്. നമുക്കിത് നേരെ മുറിച്ചങ്ങ് പരിപാടി തുടങ്ങിയേക്കാം. നമ്മളിത് ഓൾറെഡി കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് മുറിക്കുന്നതിന് മുമ്പ് തന്നെ കഴുകി എടുത്ത് കൊണ്ടുവന്നു. ഭയങ്കരമായിട്ട് ബ്ലഡായിരുന്നു. അപ്പം ഇവിടെ കൊണ്ടുവന്ന് കഴുകുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം കഴുകിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ കുഞ്ഞ് പീസാക്കി അരിഞ്ഞെടുക്കണം, ബീഫ് മൊത്തം. എടാ, ക്യാമറ ആദ്യം വെച്ചിട്ട് പോയിട്ട് തീ കത്തിക്കടാ. ഇനി ഇത് കഴിയുമ്പോഴത്തേനും സമയമാവും. വിറക് മൊത്തം കത്തിപ്പോവാണല്ലോ. ചേട്ടല്ലോ കത്തിച്ചോ, ആദ്യം തന്നെ കത്തിച്ച് വെക്കാൻ. അല്ല, ഞാൻ വിചാരിച്ചു നമ്മൾ നേരത്തെ കത്തിക്കുന്ന പോലെ ഊതി ഊതി ഇനി മനുഷ്യന്റെ ഇടപാടെന്ന് പറഞ്ഞിട്ടാണ്. ഇത് എളുപ്പം കത്തി, എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ. അല്ല, ഇനി വേനലായില്ലേ, മൊത്തത്തില് ചൂടായില്ലേ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി കഴുകിയെടുക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് തീ കത്തി പോകുന്നതിന് മുമ്പ് ഇത് ഒരു 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടേ എളുപ്പം അടുപ്പത്തോട്ട് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം ബീഫൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കണം. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് സവോള അരിഞ്ഞത്, കുരുമുളക്, അതേപോലെ പച്ചമുളക് അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറച്ച് തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത്, ലേശം വെളുത്തുള്ളി ചതച്ചത്. വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ചതച്ചെടുത്താണ് കേട്ടോ. ഇതെല്ലാം നമ്മളിനി റോസ്റ്റ് മസാല അടിക്കുമ്പോൾ അതിലേക്ക് വയ്ക്കും. എന്താണെങ്കിൽ അതാണ് ഈ മാറ്റി വെക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇതിലോട്ട് വലിച്ചൂരിയിടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇതിനകത്ത് മൊത്തം. അപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട, നമുക്ക് വെള്ളം ഒഴിക്കണ്ട. ഇത് നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് വേവിച്ചെടുക്കാം. തീ നമ്മൾ നേരത്തെ കത്തിച്ചതാണ്, അതുകൊണ്ട് കത്തി കുറേ പോയി വിറക്. അപ്പോൾ നമുക്ക് ഇത് അടച്ചു വെക്കാം. തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ അവസ്ഥ എന്തായി നോക്കാം കേട്ടോ. വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ. ഇത് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെന്തിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇളക്കിയിടാൻ വേണ്ടി ഞാൻ തുറന്നതാണ്. അപ്പോൾ ഇത് വേവട്ടെ. എടാ, ഇങ്ങോട്ട് വേടാ, ബീഫ് അവിടെ നിന്ന് വെന്തോളൂന്നേ. നമുക്ക് പഴംപൊരിയുടെ ആ ഒരു മാവ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പഴംപൊരിയുടെ മാവ് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മൈദ അരിച്ചെടുത്താണ് ഞാൻ. അരിച്ചെടുത്തില്ലെങ്കിൽ തരി ഉണ്ടാവും. ഇതിലേക്ക് ഒരു ലേശം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ ഉണ്ടാവും. കാരണം ഒരുപാട് ഇടണ്ട. ഇത് ജസ്റ്റ് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇച്ചിരി മതി, ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പച്ചവെള്ളം കൂടെ ഒഴിച്ച് കുഴച്ചെടുക്കണം. നമുക്ക് വെള്ളം ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ ബാറ്ററൊക്കെ നന്നായിട്ട് കണ്ട ഈ ഒരു ടെക്സ്ചറിൽ എടുത്താൽ മതി. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് ടൈറ്റും ആവരുത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് പഴമൊക്കെ നമുക്ക് മുറിച്ച്
റെഡിയാക്കാം. അപ്പോൾ ഈ പഴം നമുക്ക് ഒരു അത്യാവശ്യം വലിയ പഴം കേട്ടോ, അത് ഒരെണ്ണം ഒരു 3 കട്ട് ചെയ്യാവേ. ഉണ്ടോ 4 വേണേൽ ആക്കാമല്ലടാ, പിന്നെ വലുതല്ലേ, വലിയ പഴമല്ലേ. അപ്പോൾ ഈ പഴങ്ങളെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ കറക്റ്റ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴമൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു കട്ടിയുള്ള ഇതിലാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. ഇതിന് നമുക്ക് കൊണ്ടുപോയി പഴംപൊരി ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് എന്തായിന്ന് ഒന്നുകൂടെ നോക്കാം നമുക്ക്. ആഹാ, പൊളി പൊളി. നമ്മുടെ ബീഫിൻ്റെ അവസ്ഥ എന്തായെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെറിയൊരു പീസ് എടുത്തൊന്ന് കഴിച്ചു നോക്കാം. ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഉപ്പിടണം. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പിടാതെ വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. അപ്പം ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. എന്നാലും ഇതിന് കുറച്ചും കൂടെ പ്രിപ്പറേഷൻ ഉണ്ട്. ഇതുകൂടി ഇരിക്കട്ടെ, നമുക്കിനി പഴംപൊരി അടിച്ച് തുടങ്ങാം. അപ്പം തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്, നമുക്ക് ചട്ടി അടുപ്പത്തോട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചൂടായ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊന്ന് ചൂടാവട്ടെ. ബീഫ് എന്തായാലും നോക്കാം. ബീഫ് വെള്ളമൊക്കെ വറ്റി കാണും എന്തായാലും. നമുക്ക് വെള്ളമൊക്കെ വറ്റിയിട്ടോ. അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് കൊടുത്ത് സവോളയൊക്കെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ചെറിയ ചട്ടി ആയതുകൊണ്ടേ അടുപ്പത്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ റോസ്റ്റിനൊക്കെ എന്താണെങ്കിലും സവാള കുറച്ച് കൂടുതൽ വേണം കേട്ടോ. റോസ്റ്റ് അടിക്കുന്നതിന് സവാള വേണം, അതിപ്പോൾ ഏത് റോസ്റ്റ് ആണെങ്കിലും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം, കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം, നടുവേ കീറിയ പച്ചമുളക്, കുറച്ച് ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത്രയും സവോള ഉള്ളതുകൊണ്ട് ഇത് വഴറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് പഴംപൊരി എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, പഴംപൊരി അങ്ങ് റെഡിയാക്കി എടുക്കാം. അവിടെ മുറിച്ച് വെച്ച പഴം ചേട്ടൻ നമുക്ക് പഴംപൊരി റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഈ മുറിച്ച് വെച്ച പഴം ഈ ബാറ്ററിലോട്ട് മുക്കിയെടുക്കാം. എന്നിട്ടിങ്ങനെ മുക്കിയെടുത്തിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പഴങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പഴംപൊരിയൊക്കെ കണ്ട നല്ല പൊളപ്പനായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടോ കാണാൻ? നല്ല മഞ്ഞ കളർ കിടുക്കൻ സാധനം. പിന്നെ പഴംപൊരിക്ക് പിന്നെ നീല കളർ നല്ല നല്ല രസം എന്ന് പറയാം. അപ്പോൾ നമുക്കിത് നൈസായിട്ട് പാത്രത്തിലോട്ട് മാറ്റാം. അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇവിടെ പാടാ. നമ്മൾ ഒരുപാട് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാലും ചൂടില്ലെങ്കിൽ ഇതിനകത്ത് എണ്ണ പിടിക്കും. ഇതിപ്പോൾ ഈ പഴംപൊരിക്കകത്തുനിന്ന് എണ്ണ പിടിച്ചില്ല, ഇതിന് കൈയും കാലൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മുടെ പഴംപൊരി എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓ പുക. അപ്പോൾ ഇനി ബാക്കി ബീഫ് റോസ്റ്റിൻ്റെ പരിപാടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സവാളയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചു. ആ സമയം കൊണ്ട് പഴംപൊരിയൊക്കെ നമ്മൾ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പഴംപൊരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിട്ട തക്കാളി ഒന്ന് നമ്മുടെ ഗ്രേവിക്കകത്തോട്ടൊന്ന് വെന്ത് ചേരട്ടെ കേട്ടോ. ഇപ്പം നമ്മൾ എല്ലാവരും കുക്ക് ചെയ്യുന്നതാണ്. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറെ റെസിപ്പീസൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. പക്ഷേ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അൾട്ടിമേറ്റ് നമ്മുടെ ഇഷ്ടമായിരിക്കണം. നമ്മൾ ചെയ്യുമ്പം എപ്പോഴും ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമായിരിക്കും. ചിലർക്ക് മല്ലിയില ഇഷ്ടമായിരിക്കില്ല, ചിലപ്പോൾ തക്കാളി ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ നമുക്ക് വേണ്ടാത്ത സാധനം നമുക്ക് ഒഴിവാക്കാം, അങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുക. അപ്പോൾ ഇന്ന സാധനം ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാം ചേർത്തിട്ടുള്ള സാധനമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഇത് ചേർക്കുന്നില്ല, അങ്ങനത്തെ ഒരു മനോഭാവം വേണ്ട. നമുക്ക് താല്പര്യമുള്ളത് ചേർക്കുക.
നല്ല ഫുഡുകൾ ഉണ്ടാക്കുക, നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ ഗ്രേവിയിലോട്ടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മുളക് പൊടി നേരത്തെ കുറച്ചല്ലേ ആഡ് ചെയ്തുള്ളൂ, അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, കുറച്ച് മതി. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. റോസ്റ്റിൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് ഇറക്കി നമ്മുടെ ബീഫിനകത്തോട്ട് തട്ടി കൊടുക്കാം. കണ്ട, ഇത് നമുക്ക് ഈ വെന്തിരിക്കുന്ന ബീഫിനകത്തോട്ട് ഇട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. ഇതിനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തോട്ട് വെച്ചൊന്ന് നല്ല രീതിയിൽ നിന്ന് പുരട്ടിയെടുക്കണം. നേരത്തെ നമ്മൾ എന്തോരം സവോള ഇട്ടോ, ഇപ്പോൾ ഇതിനകത്തിട്ട് ബീഫിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ അത്രയ്ക്കൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് കണ്ട നല്ല പൊളപ്പനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ലേശം ഗരം മസാലയും കൂടെ, എന്നാലേ ആ ഒരു റോസ്റ്റിൻ്റെ ബീഫിനൊരു വികാരം വരുള്ളൂ. കുറച്ച് പെരിഞ്ചീരപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതങ്ങ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് വാങ്ങാം. നമുക്ക് ബീഫ് റോസ്റ്റ് സാധനം സെറ്റായിട്ടുണ്ട്. ഇത് നമുക്കെന്നാൽ അടുപ്പത്തു നിന്ന് ഇറക്കാം. നല്ല ആവി പറക്കുന്ന ബീഫ് റോസ്റ്റ്. അപ്പോൾ നമ്മൾ കിടിലം പഴംപൊരിയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം പറയാലോ, ഈ കോമ്പിനേഷൻ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നീ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു കമൻസിൽ റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം, ഒരുപാട് സമയം കളയണ്ട. ഇതിൽ നിന്ന് ഒരു പീസ് പഴംപൊരിയും എടുത്ത് കുറച്ച് ബീഫ് റോസ്റ്റും കൂടെ കൂട്ടിങ്ങനെ എടുക്കാം. സംഭവം സൂപ്പറാട്ടോ, ടേസ്റ്റ് അടിപൊളിയല്ലേ? അപ്പോൾ അവർ പറഞ്ഞ് കറക്റ്റാണ്. പിന്നെ വെറുതെ ആൾക്കാർ ഇങ്ങനെ ഇതാക്കില്ലല്ലോ, എന്തോരം പേരാണ്. ഇപ്പോൾ ഒരു ഷോപ്പിലൊക്കെ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു ഇതിൻ്റെ പേരിൽ തന്നെ. അപ്പോൾ അത്രയ്ക്ക് അടിപൊളിയല്ലേ, ഓണം സൂപ്പറാണ്, അടിപൊളിയായിട്ട് സാധനം. ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇപ്പം നമുക്ക് ഉച്ചയ്ക്ക് ചോറും ഇതും കഴിക്കണ പോലെ, അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും കഴിക്കണ പോലെ അല്ല, ഒരു പക്ക ഒരു വെറൈറ്റി ഒരിത്, ഒരു എന്താ പറയുക, എനിക്കത് പറയാൻ പറ്റുന്നില്ല. മധുരവും ഇതും ആ ഒരു പഴത്തിൻ്റെ ഇതും വരുമ്പോൾ നല്ല കോമ്പിനേഷൻ കേട്ടോ, സൂപ്പർ കോമ്പിനേഷനാണ്. എന്താണെങ്കിലും ഇനിയിപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. നിനക്ക് വേണ്ടടാ? ഓ എനിക്ക് വേണ്ട. എന്തിനെളുമ അതെന്തിനാ ചോദിക്കുന്നത്? എന്തിനാ ചോദിക്കുന്നത് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി കഴിച്ചതാണ്, അതാണ്. അതല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ താഴെ കമൻറ്റായിട്ട് അയയ്ക്കുക. അപ്പോൾ കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും പീസ്. ഓ